ഹായ് കൂട്ടുകാരെ, ഞാനും മോളും കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ടൗണിലേക്ക് ഇറങ്ങിയതാട്ടോ. നല്ല വെയിലാണ്. വെയിലത്തിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാണുന്ന കുറച്ച് കാഴ്ചകളും കൂടെ നിങ്ങളെ കാണിക്കാം. റോഡിനിരുവശവും നിറച്ച് പൂത്ത് നിൽക്കുന്ന മരങ്ങളാണ്. മഞ്ഞ കളറുള്ളതുണ്ട്, റെഡ് കളറുള്ളതുണ്ട്. അങ്ങനെ നല്ല തണൽ മരങ്ങളാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ എന്നും ഇങ്ങനെ ഉണ്ട്. പക്ഷെ ഇന്നിപ്പം ഞാനിതിങ്ങനെ പോകുമ്പോൾ ഈ പൊരി വെയിലത്ത് ഇങ്ങനെ പോകുമ്പോൾ ഈ ഒരു കാഴ്ചകൾ കണ്ട് എടുത്തതാണ്. നല്ല തണൽ മരങ്ങൾ, നല്ല ഭംഗിയാണ് കേട്ടോ. പക്ഷേ അപാര ട്രാഫിക്കാണ്. എന്ത് ചെയ്യുമെന്ന് പോലും അറിയത്തില്ല. ഇതിലും ഭേദം നടന്നു പോകുമായിരുന്നു എന്ന് തോന്നും. കണ്ടില്ലേ പൂത്ത് നിൽക്കുന്ന വാഗമരം. നല്ലൊരു പാട്ട് ഓർമ്മ വരുന്നുണ്ട്. പക്ഷെ പാടണ്ട, വെറുതെ എന്തിനാ കുളമാക്കുന്നേ എന്ന് വിചാരിച്ചു. നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല പൊരിഞ്ഞ് എല്ലായിടത്തും ഇപ്പം നല്ല വെയിലാണ്. പക്ഷേ പണ്ടൊന്നും ഇത്രയും വെയിലിന് ഇത്രയും ചൂടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ബാംഗ്ലൂരില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ സാഹചര്യങ്ങൾ മാറി വരുന്ന ഇതുകൊണ്ടും പിന്നെ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടൊക്കെ ആയിരിക്കാം കേട്ടോ. നല്ല ചൂടാണ്. കണ്ടോ വെയിൽ. ഈ ഒരു സമയം എന്ന് പറയുന്നത് ഒരു 11:30 12 o'clock ഉള്ളൊരു സമയമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങനെ പോകുന്ന വഴിയിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ബാംഗ്ലൂർ കാണുന്ന മെയിൻ ഒരു ഇതാണ് കേട്ടോ. എല്ലായിടത്തും തന്നെ, എല്ലാ സ്ഥലത്തും തന്നെ ഉണ്ട് മോര്. നല്ല തണുത്ത മോരും, നമ്മൾ ഈ മൺപാത്രത്തിലുള്ള നല്ല തണുത്ത മോരും റാഗി കൊണ്ടുള്ളൊരു മാൾട്ട് എന്നൊക്കെ നമുക്ക് പറയാം. റാഗിയും മോരും ഒക്കെ ചേർത്തുള്ളൊരിത്. ദാഹത്തിന് പറ്റിയ ഒരു സാധനമാണ് കേട്ടോ അത്. നമ്മൾ പർച്ചേസ് ചെയ്യാൻ വന്നു എന്ന് പറഞ്ഞത് കുറച്ച് വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഇത് ഞാൻ എടുക്കുന്നത് വിശാൽ മാർട്ട് എന്ന് പറയുന്ന ഒരു മീഡിയം ആയിട്ടുള്ള ഒരു ഷോപ്പിംഗ് മാളാണ്. ഷോപ്പിംഗ് മാളെന്ന് പറയാൻ പറ്റത്തില്ല, മീഡിയം ആയിട്ടുള്ള. പക്ഷേ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും കേട്ടോ. എല്ലാ സാധനങ്ങൾക്കും ഒരുമാതിരി മീഡിയം വിലയൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. നമ്മളിവിടുന്ന് എടുത്ത കുറേ സാധനങ്ങൾ ഞാൻ പിന്നീട് കാണിക്കാം കേട്ടോ. അവിടുന്ന് കുറേ സാധനം ഇതൊക്കെ നിങ്ങളൊന്ന് കാണിക്കുക എന്നുള്ളതാണ്. വിലയിൽ നമ്മുടെ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്നതും വിശാൽ മാർട്ടിൽ നിന്ന് വാങ്ങിക്കുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതുകൊണ്ട്. അതുകൊണ്ട് കുറേ ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ മിക്കവാറും തന്നെ ഇവിടുന്നാണ് വാങ്ങിക്കുന്നത്. ഗ്ലാസ് ഐറ്റംസാണ് കൂടുതലും വാങ്ങിക്കുന്നത്. ഗ്ലാസ് ഐറ്റംസ് ആയിക്കോട്ടെ, സ്റ്റീൽ, നല്ല ക്വാളിറ്റിയുള്ള സ്റ്റീൽ ഐറ്റംസ് ഒക്കെ ഇവിടെ കിട്ടും കേട്ടോ. ചില സാധനം അതുപോലെ ബോട്ടിൽസ് ആയിക്കോട്ടെ, ഒന്നെടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഫ്രീ ഉണ്ട്. ബൈ 1 get 1 ഫ്രീ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ. അത് മിക്കതിനും തന്നെ ഉണ്ട് ബൈ 1 get 1 ഫ്രീ ഓപ്ഷന്. ബാംഗ്ലൂരിൽ എനിക്ക് നിയർ ആയിട്ടുള്ളത് തിപ്പസാന്ദ്ര മെയിൻ റോഡിലുള്ള വിശാൽ മാർട്ടാണ്. അവിടെ നിന്നാണ് ഞാൻ എടുക്കുന്നത്. ഇത് കണ്ടില്ലേ, കുട്ടികളുടെ സ്റ്റീൽ പാത്രങ്ങൾ, ലഞ്ച് ബോക്സ്, എല്ലാ തരത്തിലുള്ള ഹോട്ട് ബോക്സ് ഉണ്ട്. ലഞ്ച് ബോക്സിൻ്റെ എല്ലാത്തരം വെറൈറ്റീസ് ഇവിടെയുണ്ട്. സ്റ്റീലിൻ്റെ ഉണ്ട്. ഓക്കെ. ഇപ്പോൾ സ്കൂളിൽ വിടുന്ന പിള്ളേർക്കൊക്കെ ആണെങ്കിലും മലയാളീസ് എല്ലാ തരക്കാർക്കും ഇവിടെ വന്ന് സാധനം എടുക്കാം എന്നുള്ളതാണിത്. വിശാൽ മാർട്ടിൻ്റെ ഒരു പ്രത്യേകത. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. മീൻസ് ബെഡും കാര്യങ്ങളൊന്നുമല്ല പറയുന്നത്, അല്ലാത്ത സാധനങ്ങൾ മൊത്തം നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ബോട്ടിൽസ് ആയിക്കോട്ടെ, സ്റ്റീലിൻ്റെ ബോട്ടിലുണ്ട്, അതുപോലെ തന്നെ ഗ്ലാസ് ബോട്ടിലുണ്ട്, പ്ലാസ്റ്റിക് ബോട്ടിലുണ്ട്. പ്ലാസ്റ്റിക് ബോട്ടിൽസിൽ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള ഐറ്റംസ് ഉണ്ട് കേട്ടോ. മീൻസ് ലോ ക്വാളിറ്റിയുടെ ഉണ്ട്, ഹൈ ക്വാളിറ്റിയുടെ ഉണ്ട്. പിന്നെ ഞാൻ പേഴ്സണലി എനിക്ക് ഇവിടുത്തെ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഇവിടുന്ന് വാങ്ങിക്കണമെന്ന് ഞാൻ പറയുകയില്ല. കാരണം 1-2 പ്രാവശ്യം അനുഭവം ഉണ്ടായിരുന്നു. പിന്നെ ഞാനിപ്പം നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ടുമാണ് നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഇവിടുന്ന് അങ്ങനെ ഞാൻ വാങ്ങിക്കാറില്ല. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ ലഞ്ച് ബോക്സുകൾ. ഇതൊക്കെ ഡിഫറെൻറ്റ് ക്വാളിറ്റീസിലുള്ളതാണ്. ഹോട്ട് ബോക്സ് ഉണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ കൊടുത്തു വിടേണ്ട ചപ്പാത്തി അല്ലെങ്കിൽ കുറച്ച് സ്നാക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിഫറെൻറ്റ് ബോക്സ് ടൈപ്പിലുള്ളതൊക്കെ ഉണ്ട്. അതായത് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള സർവ്വ സാധനങ്ങൾ നമുക്കിവിടെ നിന്ന് കിട്ടും. റീസണബിൾ പ്രൈസേ ഉള്ളൂ കേട്ടോ. വിശാൽ മാർട്ടാണ്. ഞാനൊന്നുകൂടെ പറയണേ, ബാംഗ്ലൂരുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ ഔട്ട്ലെറ്റുകൾ കുറേ ഉണ്ട്. ഞാനൊരു 3-4 സ്ഥലത്ത് കണ്ടിട്ടുണ്ട് കേട്ടോ. ഉണ്ടല്ലേ, ഇതൊക്കെ പ്രൈസും റീസണബിളാണ്. എല്ലാ സാധനങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഇതാണ് കേട്ടോ ഇപ്പോൾ ഇതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്.
അല്ല സർവ്വസാധനം ഇതൊക്കെ ഞാൻ പറഞ്ഞ പ്ലാസ്റ്റിക് ബോട്ടിൽസുകളാണ്. ഗ്ലാസ് ബോട്ടിൽസ് ഉണ്ട്, അല്ലാതെ പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളൊക്കെ വേണ്ടവർക്ക്. ഇതൊക്കെയാണെങ്കിൽ ഒരു പാക്കറ്റിൽ 4 ഇതൊക്കെയാണ് വെച്ചിരിക്കുന്നത്. വളരെ വിലക്കുറഞ്ഞ സാധനമാണ്. പ്ലാസ്റ്റിക് അധികം യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ ഞാനത് വാങ്ങിച്ചില്ല കേട്ടോ. വളരെ വിലക്കുറവുള്ള സാധനങ്ങളാണ്. ഇത് തുടയ്ക്കുന്ന സാധനങ്ങളൊക്കെയാണല്ലോ. കമ്പനി ഐറ്റംസും ഉണ്ട് കേട്ടോ. നമ്മൾ നോക്കിയെടുക്കുക. ഗാലയുടെ ഐറ്റംസും ഉണ്ട്, അല്ലാതെ നോർമൽ അല്ലാത്തുള്ളതും. ഇത് നമ്മൾ ഈ ക്ലിപ്പുകളില്ലേ അത്. പിന്നെന്താ പറയുക, പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മളിങ്ങനെയുള്ള സാധനങ്ങൾ എടുക്കാൻ പോകുമ്പോൾ നമ്മുടെ കൂടെ മക്കളെ കൊണ്ടുപോകരുത്. മോള് വണ്ടിയിലിരിക്കാമെന്ന് പറഞ്ഞെങ്കിൽ പോലും എൻ്റെ കൂടെ വന്നിരുന്ന് ഒരു സാധനങ്ങളൊന്ന് എടുത്തു നോക്കാനോ, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കുമ്പോൾ മാത്രം ആൾ സൈലൻ്റ് ആകും. ഇല്ലെങ്കിൽ മമ്മി പോവാം പോവാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ലാസ്റ്റ് കുറേ സാധനങ്ങളും കൂടെ വേണമായിരുന്നു. പിന്നെ ആൾക്ക് വിശപ്പും തുടങ്ങിയായിരുന്നു. റാഗി മാൾട്ട് ആൾ കുടിച്ചില്ല. ആ മോരും വെള്ളമാണ് കുടിച്ചത്. പിന്നെ ഒരു ജ്യൂസും കൂടെ കുടിച്ചിരുന്നു. അതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റില്ല, കാരണം വീഡിയോ എടുത്തില്ല. എന്നിട്ട് മോൾക്ക് വിശപ്പുണ്ട് കേട്ടോ നന്നായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കാണുന്ന പാത്രങ്ങൾ, അത് ഗ്ലാസിൻ്റെ ബൗൾസ്, അതൊരു സെറ്റാണ്. ഒരു വലുത് ചെറുതാണ്. അതെടുക്കണമെന്ന് അതൊന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല. കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചു, അത് നിങ്ങളെ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ പേര് മറക്കണ്ട, വിശാൽ മാർട്ട് എന്നാണ്. എല്ലാ ഐറ്റംസും ഉണ്ട്, ഫുഡ് ഐറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ബെഡും കാര്യങ്ങളും ഒന്നും ഇല്ലെന്നേ ഉള്ളൂ, കോട്ടും കാര്യങ്ങളൊന്നും. ഓക്കെ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ മാർക്കറ്റിൽ നിന്ന് തന്നെ ഞാൻ നല്ല കപ്പ കിട്ടി. കുറച്ച് നല്ല കപ്പ വാങ്ങിച്ചു. അത് ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ കപ്പ ബിരിയാണിയും ഉണ്ടാക്കിയിട്ട്. ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ച ആ പാത്രങ്ങൾ. ഇത് മോളെടുത്ത് ഈ പാത്രങ്ങൾ വാങ്ങിക്കാനുള്ള കാരണവും കൂടെ ഞാനിപ്പോൾ പറയട്ടെ. മോള് സഡനായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ബൈ 1 get 1 ഫ്രീ ആണെന്ന് പറഞ്ഞ ബോട്ടിൽസാണ് ഇത് കേട്ടോ. അല്ല, ഗ്ലാസിൻ്റെ ബോട്ടിൽസ് വലുതുമുണ്ട് ചെറുതുമുണ്ട്. ഇങ്ങനെയുള്ള പാത്രങ്ങൾക്കൊക്കെ നല്ല വിലക്കുറവാട്ടോ. ഗ്ലാസിൻ്റെയാണ് നമുക്കിപ്പോൾ കുറച്ച് സാധനങ്ങൾ എന്താ പറയുക, കുറച്ച് ചപ്പാത്തിയുടെ മാവൊക്കെ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്കതൊക്കെ എടുത്ത് വെക്കാൻ പറ്റും ഫ്രിഡ്ജിനകത്ത്. ഈ ഒരു ബൗൾസും ഇതിൻ്റെ 2 പ്ലേറ്റും വാങ്ങിച്ചു. ഇത് വാങ്ങിക്കാനുള്ള മെയിൻ കാരണം, ഈ പാത്രങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് വന്നത് മോളാണ്. എൻ്റെ കൂടെ വന്നത് മൂത്ത ആൾ 1-ാം തീയതി മുതൽ ഡയറ്റിംഗ് ആണെന്നാണ് പറഞ്ഞത്. എന്ത് ഡയറ്റാണോ, മെയ് 1 കേട്ടോ. എന്ത് ഡയറ്റാണ് എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. മെയ് 1 വേണ്ടി ഞാനും കാത്തിരിക്കുന്നു. പിന്നെ ഇതൊക്കെ ആയിട്ട് അവിടെ നിന്ന് വാങ്ങിച്ച പാത്രങ്ങൾ. ഇത് നമ്മുടെ ഈ പണ്ടത്തെ ഇതില്ലേ, കോപ്പ പാത്രങ്ങളെന്നൊക്കെ പറയില്ല, അങ്ങനെ ഒരു ഇതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ പാത്രങ്ങൾ. പിന്നെന്താ വലിയ ബോട്ടിൽസ്. എനിക്ക് ഫിഷൊക്കെ കട്ട് ചെയ്യുന്ന ആ ഒരു സിസർ പോയിരുന്നു, അതെടുത്തു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ച ഒരു സാധനമുണ്ട് കേട്ടോ. ഇതൊരു ചെറിയ ഒരു കുട്ടി എന്താ പറയുക, ഒരു മഗ്ഗാണ്. എനിക്കിഷ്ടപ്പെട്ട് വാങ്ങിച്ചെന്ന് പറഞ്ഞത് ഈ ഒരു ഷേപ്പിലുള്ളൊരു പാത്രമാണ്. ഇപ്പം നമ്മൾ കാണുന്നില്ല, ഇപ്പോൾ ഓരോരോ സാധനങ്ങളെടുത്തിങ്ങനെ ഇത് ചെയ്യാനായിട്ടൊക്കെ വെക്കുന്നത്, അലങ്കരിച്ചൊക്കെ വെക്കുന്നത്. ഇതും നല്ലൊരു പാത്രമാണ്. അത്യാവശ്യം ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ടേബിളിൽ അച്ചാറൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വന്നിട്ടുണ്ടാക്കിയത് കപ്പ ബിരിയാണിയാണ്. അതൊന്നും കാണിച്ചിട്ടില്ല, കാരണം വേറെ വീഡിയോസിലൊക്കെ അതുണ്ട്. കപ്പ ബിരിയാണി എടുത്ത് ഒരു കട്ടനും കൂടി കഴിച്ചു. എൻ്റെ ബാൽക്കണിയിൽ ഞാനൊരു 5-6 ചോട് തക്കാളി നട്ടിട്ടുണ്ട്. ഇനി അതുണ്ടാകുമ്പോൾ കാണിക്കാട്ടോ. എൻ്റെ കുഞ്ഞാപ്പി ഇല്ലാതെ എനിക്ക് എന്ത് വ്ളോഗാ അല്ലേ. എൻ്റെ കുഞ്ഞാപ്പീനെ കണ്ടങ്ങൾ, എൻ്റെ കുഞ്ഞാപ്പീനെ നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ? അച്ചോടാ അവിടെ കിടക്കുക കേട്ടോ. കാരണമുണ്ട് അങ്ങനെ കിടക്കാനായിട്ട്. അവൻ ഇനി റൂമിനകത്തേക്ക് വിളിക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വേണ്ടത്ര പ്രോത്സാഹനം തരുമെന്ന് വിശ്വസിക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. See you again.